ഏത് അഡിക്ഷനും സയന്റിഫിക് ഫ്രെയിംവർക്കിലൂടെ ആർക്ക് വേണേലും ഞാൻ മാറ്റിയ പോലെ ഈസി ആൻഡ് ഫാസ്റ്റ് ആയിട്ട് മാറ്റാം. സ്റ്റെപ്പ് 0. ഇത് മനസ്സിലാക്കാതെ ഒന്നും നടക്കത്തില്ല. 2 മെയിൻ കാര്യമുണ്ട്. നിങ്ങൾക്ക് 1 വർഷം കൊണ്ടുള്ള അഡിക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാൻ മിനിമം 3 മാസമെങ്കിലും വേണം. മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്യണം. 2, നിങ്ങൾ ജീവിതം മുഴുവൻ അഡിക്ഷൻ ഇല്ലാതെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. അഡിക്ഷൻ നിർത്തിയിട്ട് ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ ഒരു കാരണവശാലും എണ്ണല്ലേ. ഉറപ്പം നിങ്ങൾ തിരിച്ചു പോയതിലേക്ക്. പിന്നെ ഒരാഴ്ച നിങ്ങൾ ക്ലീൻ ആയിരുന്നു, 8ാം ദിവസം നിങ്ങൾ തോറ്റുപോയി. അപ്പൊ നിങ്ങൾ അഡിക്ഷനിൽ നിന്ന് വിട്ടു നിന്ന് ആ 7 ദിവസത്തിന്റെ ഫലം പോകുമോ? ജിമ്മിൽ 7 ദിവസം പോയിട്ട് 8ാം ദിവസം പോയിരുന്ന ഒരാഴ്ചത്തെ ഫലം പോകുമോ? ഇല്ല. മണ്ടത്തരം പറയാതെ. സ്റ്റെപ്പ് 1, ഇതാണ് പെർമനന്റ് ആയി നിങ്ങൾ അഡിക്ഷൻ മാറ്റാൻ പോകുന്നത്. അഡിക്ഷൻ മാറ്റിയാൽ നിങ്ങളുടെ ലൈഫ് ശരിയാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫ് അത് ശരിയാക്കണം. എന്തിനെങ്കിലും മറക്കാനോ തള്ളി വെക്കാനോ അടക്കി വെക്കാനോ ആണ് നമ്മൾ എന്തിനെങ്കിലും അഡിക്റ്റ് ആകുന്നത്. അതിനെ വേരോടെ പറിച്ചില്ലെങ്കിൽ അത് കള വളരുന്ന പോലെ പിന്നെയും വരും. റൂട്ട് കോസ് കണ്ടുപിടിക്കണം. ലോൺലിനെസ് ആണോ, വീട്ടിലെ പ്രശ്നമാണോ, ഹാർഡ് വർക്ക് ചെയ്യാനോ ഹാർഡ് സിറ്റുവേഷൻ താങ്ങാൻ നിങ്ങളുടെ ബ്രെയിനിന് ശക്തിയില്ലാത്തതാണോ, കണ്ടുപിടിച്ച് അതിന്റെ വേര് പറിക്കുക. സ്റ്റെപ്പ് 2, ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അഡിക്ഷനിലേക്ക് പോകും. ഇനി പറയുന്ന 2 കാര്യം ശ്രദ്ധിച്ചേക്ക്. 1, നിങ്ങൾ അഡിക്ഷന്റെ സ്ഥലത്ത് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊണ്ട് റിപ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു എംപ്റ്റിനെസ്സും ഒന്നുമില്ലായ്മ തോന്നി പിന്നെ നിങ്ങൾ അഡിക്ഷനിലേക്ക് തന്നെ പോകും. എക്സാമ്പിൾ, നോ ഫാപ്പ് ആണെങ്കിൽ ഗേൾസിനും ബോയ്സിനും 2 ഫ്രണ്ട്സ് ഉണ്ടാക്കി സോഷ്യലൈസ് ചെയ്യണം. സിഗരറ്റ് ആണ് ചൂവിംഗ് ഗംസ്, ജങ്ക് ഫുഡിന് ഓരോ ഹെൽത്തി ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ടേസ്റ്റി ആയിട്ടുള്ളത്. അങ്ങനെ 2 ട്രിഗേഴ്സ് മാക്സിമം ഒഴിവാക്കണം. നിങ്ങളുടെ ഈ അഡിക്ഷന്റെ വേരിന് ശക്തി പിടിക്കാൻ എന്തൊക്കെയാണോ ആരൊക്കെയാണോ പ്രേരിപ്പിക്കുന്നത് എല്ലാം കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണേ മതി. സ്റ്റെപ്പ് 3, ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്ത് ഫുൾ വെറുതെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഗ്രഹമുള്ള ഓർത്താ തന്നെ കോരിത്തിരിക്കുന്ന ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്നും ബിസി ആയിരിക്കണം. പിന്നെ ഇനി പറഞ്ഞ 3 കാര്യം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഭയങ്കര ഡേഞ്ചർ ആണ്. 1, ഡയറ്റ് ക്ലീൻ ആയിരിക്കണം. 2, ഡെയിലി വർക്കൗട്ട്. 3, ഡെയിലി 10 മിനിറ്റ് മെഡിറ്റേഷൻ രാവിലെ. ഇനിയാണ് ലാസ്റ്റ് മെയിൻ സ്റ്റെപ്പ്. നിങ്ങളെ പുച്ഛിച്ചവരുടെ എല്ലാം മോന്തയ്ക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ഏത് മണ്ടനും ലൈഫ് തലകുത്തനെ മാറ്റാം. 30 ദിവസത്തെ ഈ ഒറ്റ വീഡിയോ മാത്രം കണ്ടാൽ മതി.